ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ നെവിൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രധാന വാതിൽ വഴി നമ്മുടെ സ്പൈക്കുട്ടനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുകയാണ്. സ്പൈക്കുട്ടനെ കണ്ടതോടുകൂടി വീട്ടുകാരെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി വരവേൽക്കുകയാണ്. ശേഷം നെവിനെയാണ് കൺഫെഷൻ റൂമിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് നെവിനോട് പറയുകയാണ്, ഈ വീട്ടിലേക്കുള്ള പ്രവേശനവും പുറത്തു പോവലും പ്രേക്ഷക വിധിപ്രകാരം മാത്രമാണ്. താങ്കളുടെ പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്താലും എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഖേദം പ്രകടിപ്പിച്ചതിനാലും നിങ്ങൾക്ക് അടുത്ത അറിയിപ്പ് വരുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് ബിഗ് ബോസ് അറിയിക്കുകയാണ്. അങ്ങനെ അടുത്ത അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് നെവിൻ വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നു. കുറച്ച് പേർ മാത്രം, ഒരുപാട് പേരില്ല, എന്നാലും കുറച്ച് പേർ മാത്രം, നമ്മുടെ റെന, ഫാത്തിമ, ആര്യൻ, ജിസയിൽ ഇവരൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി നെവിനെ വരവേൽക്കുകയാണ്. അതിനുശേഷം നെവിൻ നേരെ അനുവിനെയും ആദിലയും നൂറിയും ഒക്കെ ഹഗ് ചെയ്തുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ പോയ ആ ഒരു വ്യക്തിയെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. കാരണം പുലി പോലെ പോയൊരു വ്യക്തിയാണ് എലി പോലെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കുറച്ച് പേരൊക്കെ ഷോക്കായി ഒരു വാസ്തവം തന്നെയാണ്. കാരണം അവർ അത്രയധികം പ്രൊവോക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൊവോക്കിംഗ് ഗെയിം വിജയിച്ചിട്ടാണല്ലോ പുറത്തു പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെവിൻ തിരിച്ചു വന്നപ്പോഴുള്ള ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു പെട്ടെന്ന് നെവിനെ കണ്ടപ്പോൾ ആ ഒരു ആശ്ചര്യം അവരുടെ മുഖത്തുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 നെവിൻ തിരിച്ചു വന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം നെവിൻ ബിഗ് ബോസിനോട് ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പ്രേക്ഷകരുടെ ആ ഒരു പൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവരുടെ ടേസ്റ്റ് എന്താണ് അതിനനുസരിച്ച് ഈ ഒരു വീട്ടിൽ ഇനി സ്ട്രോങ് ആയി കളിക്കാൻ തീർച്ചയായും ശ്രമിക്കും. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നെവിന് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇനി ഇതുപോലെ ഒരു തവണ ഷോ ക്വിറ്റ് ചെയ്യണം എന്തെങ്കിലും പറഞ്ഞാൽ നേരിട്ട് ബിഗ് ബോസ് പിടിച്ചങ്ങോട്ട് പുറത്തിടും. പിന്നെ ഒരു കാരണവശാലും അകത്തോട്ട് കയറ്റില്ല. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും തങ്ങളുടെ കഴിവ് അവിടെ യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ലൈഫ് സ്പോയിലാക്കരുത്, കിട്ടിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടി പുറത്ത് ഒരുപാട് വ്യക്തികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്തൊരു ലക്ക്, അല്ലെങ്കിൽ ഒരു ലോട്ടറിയാണ് ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേണ്ട വിധം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ഷോയോടും 100% ഡെഡിക്കേഷനോടുകൂടി നിൽക്കുകയാണെങ്കിൽ നെവിൻ നല്ലൊരു എൻ്റർടൈനറാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടോപ്പ് 5 ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ വരെ ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്തായാലും നെവിൻ പറയുന്നുണ്ട്, ഇനി ഞാൻ അനുവിൻ്റെ നേരെയുള്ള ആ ഒരു അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഗെയിം എൻ്റെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹിൻഡ് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാകും. കാരണം കുറച്ചൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കാം. എന്നാലും എത്രയൊക്കെ മനസ്സിലാക്കിയാലും പൂർണ്ണമായൊന്നും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഹിന്ദി വെച്ചുകൊണ്ട് വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നെവിൻ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് നെവിൻ്റെ ഈ ഒരു തിരിച്ചു വരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.